കുത്തരിയും ഉലുവയും തേങ്ങാപ്പാലും ചേർന്നൊരു കഞ്ഞി. അതാണ് കർക്കിടകക്കഞ്ഞി അഥവാ ഉലുവക്കഞ്ഞി എന്ന് പറയും കേട്ടോ. ഇത് തുടർച്ചയായി 7 ദിവസം കഴിക്കണമെന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. അപ്പോഴേ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉലുവ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ആ വെള്ളത്തോട് കൂടി തന്നെ ഉപയോഗിക്കാം. നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി വെച്ചതൊക്കെയായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ കുത്തരിയാണ് ഇട്ടിരിക്കുന്നത്. അരി കൂടെ നന്നായിട്ട് നമ്മൾ കഴുകി ഉപയോഗിക്കുകയാണ്. അരി നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ജീരകം, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി വെക്കാം. പാല് നമുക്ക് എടുക്കാനുണ്ട്. 1-2 പാല് അങ്ങനെയൊന്നുമില്ല, ആകെ കൂടെ നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു പാലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ കുത്തരിയും നമ്മുടെ ഉലുവയും ഒക്കെ വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അച്ച് ശർക്കരയാട്ടോ ഉരുക്കി വെച്ചേക്കുന്നത്, അത് അരിച്ച് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയുടെ പാലാണ്, നല്ല കട്ടിയായിരിക്കുന്ന പാലാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കൂടാതെ ഇളക്കിയെടുക്കുകയാണ്. ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട. അവസാനമായിട്ട് നമ്മൾ ചുക്ക് കൂടെ ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന ഉലുവക്കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.